പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു അത്ര വലുതല്ലാത്തൊരു ഇടത്തരം ഒരു 10-12 നിന്നുള്ള രാജവം. സ്നേക് മാസ്റ്റർ വാവാ സുരേഷും രാജവെമ്പാലയുമൊത്തുള്ള സാഹസിക കാഴ്ചകൾ തുടരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വൈൽഡ്, അത് കാട്ടിനകത്തുള്ളതായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് നല്ല ഉശിര്. കണ്ടോ? എൻ്റെ വനയാത്രയിൽ ആദ്യത്തെ ഒരനുഭവമാണ് ഒരു കാട്ടിനകത്ത് രാജവെമ്പാല എന്നറിയപ്പെടുന്ന ഒരതിഥിയെ കാണാൻ കഴിയും. പക്ഷേ ഇദ്ദേഹം അത്ര വലുതല്ല. ഇദ്ദേഹം ഏകദേശം ഒരു 12 അടിക്ക് 11 അടിക്ക് അടുത്ത് മാത്രമേ ഉള്ളൂ നീളമുള്ളൂ. പക്ഷേ ഇതൊരു 6-7 വയസ്സിനടുത്ത് പ്രായം വരുന്ന 6-7 വയസ്സിനടുത്ത് പ്രായമുള്ള രാജവെമ്പാലയാണ്. പക്ഷേ ഇതിന് വളരെ പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ തല കണ്ടാൽ ഇദ്ദേഹം മെയിൽ അഥവാ ആണെന്നേ പറയും. പക്ഷെ ആണല്ല, പെണ്ണാണ്. ഇദ്ദേഹം പെണ്ണാണ്. ഇദ്ദേഹത്തിന് മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എന്നെ കടിക്കുക എന്നുള്ളതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ അതിഥി, നമ്മുടെ മുന്നിൽ അപ്രതീക്ഷിതമായിട്ട് വന്നപ്പെട്ട അതിഥി അങ്ങനെ ഇരിക്കുകയാണ്, ഒരു ശല്യമില്ലാതെ. പേടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരെ നമ്മളിപ്പോൾ അദ്ദേഹത്തിന് എന്തോ ചെയ്യാൻ പോകുന്നുള്ള പേടിയാണ്. പക്ഷേ നമ്മളെന്തായാലും നമുക്കൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഇന്നത്തെ ഈ അതിഥിയെ നമ്മൾ പിടിച്ച് വേർപെടുത്ത് കൊണ്ടുവിടേണ്ടായിരുന്നു. ഈ നമ്മൾ മുന്നിൽ അവിചാരിതമായിട്ട് കണ്ടതുകൊണ്ട് നമ്മൾ ഈ അതിഥിയെ അദ്ദേഹത്തിൻ്റെ പ്രായവും നീളവും വണ്ണവും വയസ്സൊക്കെ മനസ്സിലാക്കി ഇദ്ദേഹത്തിന് ഇവിടെ തന്നെ തുറന്നു വിടുകയാണ്. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 7 വയസ്സ് മാത്രം പ്രായമുള്ള, ഏകദേശം 12 അടിയോളം നീളമുള്ള, കണ്ടാലൊരു മെയിൽ അഥവാ ആൺപാമ്പിൻ്റെ തലയെടുപ്പാണെങ്കിൽ ആൺപാമ്പല്ല, പെൺ രാജവെമ്പാല എന്നറിയപ്പെടുന്നു, കിങ് കോബ്ര എന്നറിയപ്പെടുന്നു, കരിഞ്ചാത്തി എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം മറ്റു പാമ്പുകളാണ്.
അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പാമ്പുകൾ ഉള്ളതുകൊണ്ട് ഇവർക്ക് നല്ല ഫുഡ് കിട്ടും, നല്ല ആരോഗ്യം ഉണ്ടാവും. ഇദ്ദേഹത്തിന് വേറെ ഇതുവരെ ദേഹത്തൊരു ക്ഷതമോ ഒരു പരുക്കോ ഒന്നുമില്ല.